വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് സർവ്വമേഖലയുടെയും വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പ്രസിഡന്റ് പി.സി. പ്രസാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സാബി ബിജുവാണ് ബഡ്ജറ്റ് അവതരണം നടത്തിയത്. കാർഷിക മേഖലയ്ക്കും പാർപ്പിട മേഖലയ്ക്കും ക്ഷീരമേഖലയ്ക്കും ഊന്നൽ നൽകുന്ന വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് 36 കോടി 18 ലക്ഷത്തിന്റെ വരവും 34 കോടി 63 ലക്ഷത്തിന്റെ ചെലവും 1 കോടി 55 ലക്ഷം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് സാബി ബിജു അവതരിപ്പിച്ചത്. ജനറൽ വിഭാഗത്തിൽ 2 കോടി 19,20,000 രൂപയും, SC വിഭാഗത്തിൽ 60,40,000 രൂപയും, ST വിഭാഗത്തിൽ 15,20,000 രൂപയും, റോഡ് മെയിൻ്റനൻസായി 4 കോടി 16,60,000 രൂപയും, നോൺ റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡായി 73,31,000 രൂപയും, CFC ബേസിക് ഗ്രാൻഡായി 56,44,000 രൂപയും, കുടിവെള്ളം ശുചിത്വം പദ്ധതി ഗ്രാൻഡായി 84,66,000 രൂപയും, പാർപ്പിട മേഖലയിലേക്ക് 1 കോടി 34,90,000 രൂപയും, വനിതാ വികസന ഗ്രാൻഡായി 30 ലക്ഷം രൂപയും, ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് 7 കോടി 32,76,950 രൂപയും, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് 10 കോടി 71,30,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വരവ് വിഹിതം. 2026-27 വർഷത്തിൽ നാം മുഖ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് കൃഷി, സമഗ്രമായ സാമൂഹിക സുരക്ഷ, ദാരിദ്ര്യത്തിൽ നിന്നുള്ള പൂർണ്ണമായ മോചനം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയാണ്. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, വനിതകൾ തുടങ്ങി വികസന പ്രക്രിയയിൽ ഒരാളും ഒഴിവാക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ കൊടുത്തിട്ടുള്ളതാണ്. ചെറുകിട കർഷകരും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന തൊഴിലാളികളും ജനസംഖ്യയിൽ ഭൂരിപക്ഷം ഉൾപ്പെടുന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനം പ്രധാനമായും ഉൽപ്പാദനം, സംഭരണം, വിപണനം എന്നിവയിൽ ഊന്നി നിൽക്കുന്നതാണ്. ഇതിന് പ്രോത്സാഹനജനകമായ ആടു വളർത്തൽ, മുട്ടക്കോഴി വളർത്തൽ, നെൽകൃഷി, വാഴകൃഷി എന്നിവയ്ക്കുള്ള പദ്ധതികൾ നമ്മുടെ സാധാരണ ജനങ്ങളുടെ വരുമാന ഉപാധിയായി മാറുമെന്നതിൽ സംശയമില്ല. മുഴുവൻ മേഖലകളുടെയും വികസനത്തിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് എന്ന് ബജറ്റ് അവതരണ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.സി. പ്രസാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതിക്കായി 7 കോടി 32 ലക്ഷത്തിൽ പരം രൂപയും, പശ്ചാത്തല മേഖലയ്ക്കായി 5 കോടി 43 ലക്ഷത്തിൽ പരം രൂപയും, പാർപ്പിട മേഖലയ്ക്കായി 1 കോടി 34 ലക്ഷത്തിൽ പരം രൂപയുമാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ചെറുകിട കർഷകരും ആ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന തൊഴിലാളികളും ബഹുഭൂരിപക്ഷം ജനസംഖ്യയിൽ ഉൾപ്പെടുന്ന ഒരു പഞ്ചായത്താണ് വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ മറ്റ് പല പഞ്ചായത്തുകളും മറ്റ് പ്രദേശങ്ങളും ഒക്കെ ഈ കാർഷിക വൃത്തിയിൽ നിന്നും മാറിയിട്ട് വ്യവസായ രംഗത്തേക്ക് അത്തരത്തിലുള്ള സംരംഭങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പോലും വേങ്ങൂർ പഞ്ചായത്തുകളിൽ അത്തരത്തിലുള്ള ഒരു സൗകര്യം ഇതുവരെ വന്നുകയറില്ല, പതുക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് നമ്മൾ തയ്യാറാക്കിയിരുന്നത്. കാർഷിക മേഖലയിൽ നിന്നും പല ആൾക്കാരും പിന്നോട്ട് പോകുന്നതിന്റെ കാരണം അത് ലാഭകരമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അവർക്ക് വേണ്ട പിന്തുണ സബ്സിഡി ആയിട്ടും മറ്റും നൽകുന്നതിന് വേണ്ടി നല്ലൊരു തുക നമ്മുടെ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയോട് ബന്ധപ്പെട്ടെടുക്കുന്ന മൃഗസംരക്ഷണവും ഈ ക്ഷീര വികസനവുമായി ബന്ധപ്പെട്ടും നല്ലൊരു തുക നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. ഈ ക്ഷീര വകുപ്പിലേക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് മുൻ വർഷങ്ങളിലൊക്കെ ചെലവഴിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ് ഇത്. അത് ഈ വർഷവും തുടർന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷി വിഭാഗക്കാർക്കും ഈ പറയുന്ന SC/ST വിഭാഗക്കാർക്കും അങ്ങനെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും വേണ്ട ക്ഷേമ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഫണ്ട് നമ്മുടെ ഈ ബഡ്ജറ്റിലേക്ക് വകയിരുത്തിയിട്ടുണ്ട്. ആരും സാധാരണക്കാരും ഒഴിവാക്കപ്പെടുന്നില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുത്തിട്ടുള്ളതാണ്. ഇതുകൂടാതെ കാർഷിക മേഖലയ്ക്ക് 25 ലക്ഷവും മൃഗസംരക്ഷണത്തിന് 19 ലക്ഷവും നീക്കിവെച്ചിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി CB കൊന്താലം തുടങ്ങിയവർ പങ്കെടുത്തു. ബജറ്റുമേലുള്ള ചർച്ച ശനിയാഴ്ച നടക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.